ഹായ് ഓൾ, ചബിയം ബ്ലൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഫുൾ അംബ്രല്ല ഫ്രോക്ക് എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ വീഡിയോ ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടായിരിക്കും ചെയ്യുക. ഇതിലിപ്പോൾ കട്ടിങ് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. പാർട്ട് 2 സ്റ്റിച്ചിങ് വീഡിയോ കാണിച്ചു തരുന്നത്. ഇതൊരു മെറ്റീരിയൽ, ഇതിനെ നേരെ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് വീതിയുള്ള തുണിയാണെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ കേട്ടോ. നേരെ മടക്കുക. ഇതിനെ നേരെ മടക്കിയിട്ട് നേരെ മടക്കിയിട്ട് ഇങ്ങനൊരു മടക്ക്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു മടക്ക് കൊടുക്കുക. മനസ്സിലായോ? ഒന്നുകൂടി കാണിച്ചു തരാം. ഇതായിരുന്നു മുഴുവനായിട്ടുള്ളൊരു തുണി. ഇതിനെ നേരെ പകുതിയാക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെയൊന്ന് മടക്കുക. അപ്പോൾ ഇത് 4 പാളിയാക്കിയിട്ട് അല്ലേ, 1 2 3 4 4 പാളിയാക്കിയിട്ട് ഇനി ഇതിനെ കോണായിട്ടൊന്ന് മടക്കുക. അംബ്രല്ലയ്ക്ക് വേണ്ടിയിട്ടാണ് കോണായിട്ട് മടക്കുക. കോണായിട്ട് മടക്കുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ഈ രീതിയിലാണ് ഇതിൻ്റെ മടക്ക് വരിക. എന്നിട്ട് എനിക്ക് വേണ്ടത് വേസ്റ്റ് റൗണ്ട് 25 ആണ്. വേസ്റ്റ് റൗണ്ട് 25 ആണ്. അപ്പം ഞാൻ ഇതിന് ചെയ്യുന്നൊരു കാര്യം, ഈ വേസ്റ്റ് റൗണ്ട് 25, അതായത് സീം അലവൻസ് ഒന്നിലേക്ക് കറക്റ്റ് 25ലാണ് തയ്ച്ച് നിൽക്കേണ്ടത്. ഈ 25നെ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഈ 25 വേസ്റ്റ് റൗണ്ട് 25 വേണം, അതിനെ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 3.98 കിട്ടും. ഒന്നുമില്ല കേട്ടോ, വളരെ നിസ്സാരമായിട്ട് നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് എത്രയാണോ വേസ്റ്റ് റൗണ്ട് വേണ്ടത് അത് ഡിവൈഡഡ് ബൈ 6.28 ചെയ്യാം. അതായത് നിങ്ങൾക്കിപ്പോൾ 25ൻ്റെ കൂടെ നിങ്ങൾക്ക് ലൂസൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ കേട്ടോ. ഫൈനൽ നമുക്ക് ലൂസൊക്കെ ആഡ് ചെയ്ത് ഫൈനൽ എത്രയാണോ വേണ്ടത്, സീം അലവൻസ് ഇല്ല കേട്ടോ. ഈ വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് ലൂസും കൂടി ആഡ് ചെയ്തിട്ട് എനിക്ക് വേണ്ടതാണ്. അതാണ് ഞാൻ 25 എടുത്തേക്കുന്നത്. ആ 25 ഡിവൈഡഡ് ബൈ 6.28 ചെയ്യുക. അപ്പം നമുക്കൊരു വാല്യൂ കിട്ടും, 3.98. 3.98 എന്നുള്ളത് നമുക്ക് 4 എന്ന് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ 4 ഇനി ചെയ്യേണ്ട കാര്യം, ഈ ഒരു കോർണറിൽ നിന്ന് നേരെ താഴേക്ക് 4 മാർക്ക് ചെയ്യുക. ഈ കോർണറിൽ നിന്ന് നേരെ താഴേക്കൊരു 4 മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അങ്ങനെ ഫുൾ മാർക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ ഡോട്ട്സ് എല്ലാം ജോയിൻ ചെയ്തിട്ട് അതാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ 4 അല്ല, ഇവിടെ നിന്നിട്ട് ഇവിടെ വരെയുള്ള ലെങ്ത് നമ്മൾ 4 അല്ല എടുത്തിട്ടുള്ള. എനിക്ക് ഇതിന് വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് ഒരു 21 ആണ്. അപ്പോൾ 21ൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യും, ഈ 4ഉം കൂടെ ഇവിടെ കളഞ്ഞ ഈ 4ഉം കൂടെ ആഡ് ചെയ്യും. അപ്പം ഇനി ലെങ്തിൻ്റെ കാര്യം കേട്ടോ പറയാം. അപ്പം എനിക്ക് ഇതിൻ്റെ ഈ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത് വേണ്ടത് 21 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഇവിടേക്ക് കളഞ്ഞ ഒരു 4 ആ 4 ആഡ് ചെയ്യുക. 4 പ്ലസ് തയ്യൽ തുമ്പ് എത്ര വേണം, തയ്യൽ തുമ്പ് 1 ഇഞ്ച് തയ്യൽ തുമ്പും. എന്നിട്ട് കൂട്ടുമ്പോൾ എത്ര കിട്ടും, 26 കിട്ടും. ഓക്കെ, ഈ 26 നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അളന്നെടുക്കും. ആ 26ഉം കൂടെ നമ്മളിങ്ങനെ ഇവിടം തൊട്ട് ഇവിടം വരെ അളന്നെടുത്ത് നമ്മളിത് എന്ത് ചെയ്യും, കട്ട് ചെയ്യും. കാണിച്ചു തരാം, കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് ഫുൾ അംബ്രല്ല എങ്ങനെ കിട്ടുമെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഞാനിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ അംബ്രല്ലയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. കട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ നിവർത്തി നോക്കുക. ഇങ്ങനെ ഫുൾ അംബ്രല്ലയ്ക്ക് എങ്ങനെ മാർക്കുണ്ട്. സാധാരണ സെമി അംബ്രല്ലയൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി ഇടുമ്പോൾ നമുക്ക് 4 എണ്ണേ കിട്ടുള്ളൂ, 4 പാളിയേ കിട്ടുള്ളൂ. പക്ഷേ ഇത് ഫുൾ അംബ്രല്ല ആകുമ്പോൾ 1 2 ഇത് 3 4 ഇത് 5 6 7 8 പാളിയുണ്ട് കേട്ടോ. ഇങ്ങനെ മടക്കി ഇടുമ്പോൾ ഇനി ഇത് നമ്മൾ നിവർത്തുക. ഇതാണ് ഫുൾ അംബ്രല്ല എന്ന് പറഞ്ഞത് കേട്ടോ. കണ്ടോ, നമ്മൾ ഈ രീതിയിൽ കിഡ്സിനൊക്കെ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എവിടെയും എന്ത് വരില്ല, ഒരു ഓപ്പണിങ് വരില്ല, ഫുൾ ക്ലോസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഫുൾ ക്ലോസ് ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഈ മെറ്റീരിയൽ മടക്കി ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ടല്ല വെട്ടിയെടുത്തത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നേക്കുന്നത്. തയ്ക്കുമ്പോൾ നമുക്കിത് കറക്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഇതെങ്ങനെ വരുമെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾ സാധാരണ സെമി അംബ്രല്ലയ്ക്കാണെങ്കിൽ നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ എങ്ങനെ വരും എന്നറിയോ, ഇങ്ങനെ ഇത്രയേ വരുള്ളൂ. സെമി അംബ്രല്ലയ്ക്കാണെങ്കിൽ നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ
ഇത്രയേ വരുള്ളൂ കേട്ടോ എന്താ വിരിവ്. പക്ഷെ ഫുൾ അംബ്രല്ല ആകുമ്പോൾ ഇതുണ്ടോ ഇത്രയും വിരിവ് നമുക്ക് കിട്ടും, ഇത്രയും വിരിവ് കിട്ടും, നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. താഴെ ചൂണ്ടുനൂലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ഭംഗിയായിരിക്കും. ഇങ്ങനെ ഈ രീതിയിലേക്ക് ഫുൾ അംബ്രല്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ക്ലോത്ത് കട്ട് ചെയ്യുവാണ്. ഞാൻ ഇത് മെയിൻ ക്ലോത്താണ്, ഇതാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇതിൻ്റെ ലൈനിങ് ഞാൻ എ ലൈനായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ എ ലൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് വീഡിയോ കാണിച്ചു തരാത്തത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിൽ ഞാനൊരു 4 എടുത്തേക്കണം. ആ 4ൻ്റെ കൂടെ എൻ്റെ ഫുൾ ലെങ്ത് 21, 4 25ൻ്റെ കൂടെ ഞാൻ ഒരു തയ്യൽ തുമ്പായിട്ട് 1 ഇഞ്ചും കൂടെ ചേർത്തിട്ട് 26 ആക്കിയിട്ടുണ്ട്. ആ 26 നമ്മളിനി മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴെ ഒരു ചെറിയ പോർഷൻ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും, നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരുമേ. 26 മാർക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇവിടെ മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്ക് എവിടെയാണ് പീസ് വേണ്ടെന്നോ, ഈ ഒരു പീസ്, ഇത്രയും ഒരു പീസ് നമുക്ക് ആവശ്യമുണ്ട്. ഇത് എത്ര പീസ് ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ ഒരു 4 പീസ് ആവശ്യം വരും. ഇതുണ്ടോ 1 2 3 4, അങ്ങനെ ഒരു 4 പീസ് നമുക്കിവിടെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനും കൂടിയുള്ള പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു പേപ്പർ വെച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കും, എന്തോരം നമുക്ക് ആവശ്യമുണ്ടെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്തെടുക്കുവാണേ. നമുക്കിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്നാ ചെയ്യേണ്ടതെന്നറിയോ, മുകളിലേക്ക് നമുക്ക് തയ്യൽ തുമ്പ് വേണം, ആ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് വേണം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാനേ. മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച്, കാരണം നമുക്ക് ഈ പീസുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് നമ്മളൊന്ന് തയ്യൽ തുമ്പും കൂടി കൊടുത്ത് വേണം ഇതെടുക്കാൻ. പിന്നെ ഒരു കുറച്ച് നമ്മൾ കൂട്ടിയിട്ട് വെട്ടിയെടുത്തൊന്നും കുഴപ്പമില്ല, പിന്നീട് നമുക്കിത് എന്ത് ചെയ്യാം, തയ്ച്ച കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്ത് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫ്രോക്കിൻ്റെ ടോപ്പ് പോർഷനാണ് നമ്മളിനി, അത് ഞാൻ ലൈനിങ്ങിൽ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ളത്. ഞാനൊരു വെൽവെറ്റിൻ്റെ ഒരു ബ്ലൂ കളറുള്ള വെൽവെറ്റിൻ്റെ മെറ്റീരിയലാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലൈനിങ് ചെറിയ കുട്ടിക്കാണല്ലോ, അപ്പം നമുക്ക് ഈ ലൈനിങ് നമുക്ക് 4ആയിട്ട് ഇങ്ങനെ മടക്കിയെടുത്താൽ മതിയേ, അതിനുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഈ ലൈനിങ് ഞാൻ ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ടിരിക്കുക. ഒന്നും കൂടെ ഞാനത് 4ആയിട്ട് മടക്കുവാണ്. ചെറിയ കുട്ടിക്ക് വേണ്ട അത്ര വണ്ണത്തിൻ്റെ ആവശ്യമുള്ള മടക്കിയെടുത്തു. എന്നിട്ട് ഇന്ന് ഈ കുട്ടിക്ക് ഈ ടോപ്പിൻ്റെ പോർഷൻ, അതായത് യോക്ക് പാർട്ട് എന്നൊക്കെ നമ്മൾ പറയും, അതൊരു ലെങ്ത് ഒരു 10 മതിയേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു ലെങ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ആദ്യം നമുക്കതൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്യാവേ. അപ്പോൾ എനിക്ക് ലെങ്ത് 10 മതിയെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ സീം അലവൻസും കൂടി ചേർത്ത് 11 എടുക്കുന്നുണ്ട്.
എനിക്ക് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഇവിടെ വെച്ചിട്ട് എൻ്റെ മൈക്ക് ഓഫായി പോയിരുന്നു. ഞാൻ അത് അറിഞ്ഞില്ലായിരുന്നു. അതുപോലെ വീഡിയോ എടുത്ത് തീരാറായപ്പോഴത്തേക്കും എൻ്റെ ക്യാമറയും ഓഫായി പോയി. മീൻസ് മൊബൈലിലാണ് എടുത്തുകൊണ്ടിരുന്നത്, അതും ഓഫായി പോയി. അതും അറിഞ്ഞിരുന്നില്ല. ഞാൻ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ്, എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നോക്കുന്നത് കേട്ടോ. എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അതൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായി കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കി ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞാനിതിൽ ഷോൾഡർ, നെക്ക്, അതുപോലെ തന്നെ നെക്കൊക്കെ എത്ര വേണ്ടത്, അല്ലെങ്കിൽ ആം ഹോൾ എത്ര വേണ്ടത്, പിന്നെ ആം ഹോളിൻ്റെ പോയിൻ്റൊക്കെ ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 4 രൂപ അങ്ങനെ എന്തോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ആക്ച്വലി ഞാനിത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്തിട്ട്, അതുകൊണ്ടാണ് മറന്നുപോയത്. ഞാൻ ചെസ്റ്റ് ലൈൻ കൊടുത്തു. അതിന് ശേഷം ഷോൾഡറും ചെസ്റ്റ് ലൈനും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് മിഡ് പോയിൻ്റൊക്കെ അടയാളപ്പെടുത്തി. മിഡ് പോയിൻ്റ് അടയാളപ്പെടുത്തുന്നത് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമുക്കിതിൻ്റെ ആം റൗണ്ട് ഒന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആം റൗണ്ട് ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചാണ് ഞാൻ വരയ്ക്കുന്നത്. അതിന് ശേഷം നമ്മൾ ആം റൗണ്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കും കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഷോൾഡർ ടിപ്പൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനതിൻ്റെ വേസ്റ്റ് എത്രയുള്ളതെന്നുള്ളതൊക്കെ മെഷർമെൻറ്റ് എടുത്തേക്കുന്നൊന്നും ഇതിൽ കാണിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് അതിൻ്റെ ഒരു കർവൊക്കെ കൊടുത്തേക്കുന്നത് കേട്ടോ. വേസ്റ്റ് നമ്മളിതിൻ്റെ താഴെയായിട്ട് വേസ്റ്റ് എത്രയാണെന്നുള്ളത് ഒന്ന് അടയാളപ്പെടുത്തും. എന്നിട്ട് ചെസ്റ്റ് ലൈനും വേസ്റ്റും കൂടെ നമ്മളൊന്ന് ജോയിൻ ചെയ്യും. അപ്പം എന്നിട്ട് അതിൻ്റെ താഴത്തെ പോർഷൻ ഹാങ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നെക്കും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊന്നും വീഡിയോയിലില്ല. അത് ഞാൻ ജസ്റ്റ് ഇതിനകത്തുനിന്ന് അടയാളപ്പെടുത്തി മാർക്ക് ചെയ്താൽ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. വീഡിയോ അത് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.